നമസ്കാരം. സോഷ്യൽ മീഡിയ താരം രേണു സുധിയുടെ കുറച്ച് ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കൊല്ലം സുധിയുടെ മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തലുകൾ. റിയൽ ആൻഡ് റിയൽ എന്ന ചാനലിലാണ് ഈ വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. രേണു സുധീനെ പറ്റി ഒരുപാട് മോശമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. രേണു സുധി മുൻ ഭാര്യയെ പറ്റി തോന്നിവാസം പറഞ്ഞു നടക്കുകയും അത് അവരെ അറിയുകയും അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ അവർ പുറത്തു വന്നിരിക്കുന്നത്. ഒരു 10-35 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതായത് ഈ പറയുന്ന സ്ത്രീയും സുധിയും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളും ഒന്നും തന്നെ ഇല്ലാണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയത്തായിരുന്നു സുധിക്ക് വേറൊരു ബന്ധമുണ്ടാവുകയും ആ ഒരാളാണ് ഈ രേണു സുധി. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ സത്യം എന്നുള്ളത് അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്നതൊക്കെ സത്യമാണോ, നിങ്ങളടുത്ത് ഇതിൻ്റെ വല്ല തെളിവും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഇതിന് എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ രേണു സുധി ഓരോന്ന് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളും ഓരോ പുതിയ കുടുംബ ചരിത്രങ്ങളൊക്കെ കണ്ടില്ലേ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ നടക്കുന്നത്? എത്ര ഭാര്യമാരാ ഓരോ ദിവസം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കല്യാണം നിങ്ങള് സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടന്നര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചൂടെ, ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും എന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്നവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ഓ 5-ലോ അങ്ങാണ്ടാണ്, എനിക്കത് നല്ല ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത്, ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രേണു സുധി തന്നെ പറയണം. ഞാൻ ആലോചിക്കുന്നത് ആ കുട്ടികളുടെ അവസ്ഥയാണ്. ആ കുട്ടികൾക്ക് എത്രമാത്രം നാണക്കേട് ഉണ്ടാക്കുന്നത്. എന്തായാലും രേണു സുധീനെ കുറിച്ച് പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. പറഞ്ഞത് കേട്ടില്ലേ, രേണു സുധിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവരെ ലൈഫ് തകരാൻ കാരണം എന്നാണ് പറയുന്നത്.
ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ, കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. രേണു സുധി ഈ പറയുന്ന മുൻ ഭാര്യയെ പറ്റി തോന്നിവാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ചോദിക്കാമായിരുന്നല്ലോ ഡയറക്റ്റ്. ഇത്രയും കാലം അവരെവിടെയായിരുന്നു? അറ്റ്ലീസ്റ്റ് സുധി മരിക്കുന്നതിൻ്റെ മുമ്പെങ്കിലും ഇവർക്കത് ചോദിക്കാമായിരുന്നു. ഇപ്പോൾ ഒരു മരിച്ചുപോയ ഒരാളെപ്പറ്റി ഇതുപോലെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ രേണു സുധീനെ പറ്റിയിട്ട് ഒരു വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇതിപ്പോൾ ഒരു വാർത്തയായി. രേണു സുധിക്ക് ഇതിനെതിരെ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റിയും കിട്ടാൻ സാധ്യതയുണ്ട്.